സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യവും നാമത്തിൽ എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിച്ചുകൊണ്ട് കൃഷ്ണൻജിത്തിന്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹവും പ്രയോജനകരമായി തീരുവാൻ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോയിലായിരിക്കാം. ഞാൻ ഫിസിക്കലി ഇച്ചിരി വീക്കാണ്, അതുകൊണ്ടാണ് ക്യാമറയിൽ വരാത്തത്. ഇന്ന് വീഡിയോ ചെയ്യണ്ട, ഈ ആഴ്ച ഇനി വീഡിയോ ചെയ്യണ്ട, ഇച്ചിരി ബെറ്റർ ആകട്ടെ എന്ന് കണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വീഡിയോ ചെയ്യണമെന്ന് നല്ല ഒരു പ്രേരണ. ഇറ്റ് ഈസ് 11:10 ആയി രാത്രി. ഇവിടെ വല്ലാത്ത പ്രേരണ ഉണ്ടായപ്പോൾ വിചാരിച്ചു ഏതായാലും ഒരു വീഡിയോ ചെയ്ത് കളയാം. കാര്യം ഇതിൽ കൂടെ ദൈവത്തിന് ചിലരോട് സംസാരിക്കുന്നതിനോ മറുപടി കിട്ടാതെ വിഷമിക്കുന്ന ചില ഉത്തരങ്ങൾക്ക് മറുപടി നൽകുന്നതിനോ ദൈവത്തിന് ചിലര് ശക്തീകരിക്കണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ ഫിസിക്കൽ ഇനബിലിറ്റീസ്, എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം ദൈവത്തിൻ്റെ ഹിതം നടക്കാതെ പോകരുതല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു നദിയുണ്ട്. 46-ാം സങ്കീർത്തനത്തിലെ ഒരു വാചകമാണത്. ഇവനുണ്ടെന്ന് ഈ പറയുന്നത്. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുകയാണെങ്കിൽ, വായിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം, പഠിക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ ഭാഗവും നിലവിൽ വരാൻ കാരണം ഒരു പുസ്തകമാകട്ടെ, ഒരു അധ്യായമാകട്ടെ, ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാകട്ടെ, നിലവിൽ വരുന്നതിന് പിന്നിൽ ഒരു ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്. ചരിത്രത്തിൽ അതിനു മുമ്പ് നടന്ന ഒരു സംഭവമുണ്ട്. ഇനി അതെന്തുകൊണ്ട് വേദപുസ്തകത്തിൽ ഇപ്പോഴും എഴുതിയിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളൊക്കെ ആയില്ലേ, എന്തിനാ ഇപ്പോഴും അത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? അത് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് അതിൽ നിന്ന് ചിലത് ഗ്രഹിക്കാനുണ്ട്, അല്ലെങ്കിൽ അതിന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കളോട് സംസാരിക്കാനുണ്ട്. അതിൻ്റെ എക്സിസ്റ്റൻഷ്യൽ റീസൺ എന്നാണ്. സോ ദ ഫസ്റ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ റീസൺ and the second is the existential reason. വാസ്തവത്തിലെ 66 പുസ്തകങ്ങളും നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, വേദപുസ്തകം പഠിച്ചത് ഫുൾ ബൈബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം ബുക്സ് ബൈ ബുക്സ് ആയിട്ട്, ചാപ്റ്റേഴ്സ് ബൈ ചാപ്റ്റേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഈവന്റ് ബൈ ഈവന്റ് ആയിട്ട്, ഇൻസിഡന്റ് ബൈ ഇൻസിഡന്റ് ആയിട്ട്, പോർഷൻസ് ബൈ പോർഷൻസ് ആയിട്ട് ഓരോന്നും നമ്മളെടുത്ത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റീസൺ എന്തായിരുന്നു, അതിൻ്റെ എക്സിസ്റ്റൻഷ്യൽ റീസൺ എന്താണ്, രണ്ടും പഠിച്ചു കഴിയുമ്പോൾ തീർന്നുള്ളൂ ബൈബിള്. അതിനൊരു തിയോളജിൻ്റെയും സഹായം നമുക്ക് ആവശ്യമില്ല, ഒരു തിയോളജിയുടെ ആവശ്യം നമുക്കില്ല, ഒരു ആ അർത്ഥത്തിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബൈബിൾ കോളേജിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് രണ്ടും ഒരാൾ പൊരുൾ തിരിച്ചു തന്നേച്ചാൽ മതി. നമ്മൾ 46-ാം സങ്കീർത്തനമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഞാനീ പറഞ്ഞ വാചകത്തിന് അടിസ്ഥാനമായിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഒരു നദിയുണ്ട്. എവിടെ ഉണ്ടെന്നാ പറയുന്നത്? ഉണ്ടെന്ന് പറയുന്നത് യെരുശലേം നഗരത്തിലാണ്. അതാണ് അതിൻ്റെ irony of it. That's the irony of it. Or you can say that that's a contradiction of it. കാരണം എല്ലാ മഹാനഗരങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത്, എല്ലാ തലസ്ഥാന നഗരങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത് നദീതീരത്തോ സമുദ്രതീരത്തോ ആണ്. ഇപ്പം പ്രസിദ്ധമായ ടെംസ് നദീതീരത്തിലെ ലണ്ടൻ സ്ഥിതി ഉള്ളത്, അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മറുകരയിലല്ലയോ ന്യൂയോർക്ക് ഉള്ളത്. അങ്ങനെ ഇപ്പം യമുനാതീര തീരത്താണല്ലോ നമ്മുടെ ഡൽഹി ഇരിക്കുന്നത്. അതുപോലെ കടൽപ്പുറമല്ലയോ ബോംബെ. ഇങ്ങനെ മഹാനഗരങ്ങളൊക്കെ നദീതീരത്താണ്. പക്ഷെ ഒരു നദി പോയിട്ട് 12 മാസം വെള്ളം ഒഴുകുന്ന ഒരു കൈത്തോട് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് യെരുശലേം നഗരം. ആകെ ഉള്ളത് ഒരു കിദ്രോൻ തോട. അതിനകത്ത് ഒരു കമടുത്ത് വെള്ളം കാണത്തില്ല. പിന്നെ കുറച്ച് ദൂരത്ത് ഒരു ഈ ചെറിയൊരു കുളമുണ്ട്, തടാകമുണ്ട്. അത് ഈ കണ്ണിൽ വെച്ചേറ് പുരട്ടി ദൈവം ഒരാളെ ഒരു കുളത്തിൽ കൊണ്ട് കഴുകാൻ പറഞ്ഞല്ലോ. ഈ രണ്ടെണ്ണം ഉള്ളത്. വേറെ ഒന്നുമില്ല, ജലസ്രോതസ്സില്ല. ഇവിടെ നോക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ എഴുതുക, കണ്ടോ,
ഈ ശീലകാവം കുളം അതൊരു കുളം മാത്രമാണ്, നദിയല്ല. അത് റണ്ണിങ് വാട്ടർ അല്ല. മറ്റിടത്ത് വെള്ളവുമില്ല, അവിടെ ഒന്നും ഇല്ല. അവിടെ നോക്കിക്കൊണ്ട് മനുഷ്യൻ എഴുതുക, ഒരു നദി ഉണ്ട്, ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ഒരു പക്ഷേങ്കില് ഇത് പാടാൻ എഴുതിയ പാട്ടാകട്ടോ. ആ പാടുന്ന പാട്ടുകാർ പിള്ളേരെ ചിന്തിക്കും, ചേട്ടാ ഇയാൾ എന്തോ എഴുതി തന്നത്? നഹാർ ഫലഗാവ്, നഹാർ ഫലഗാവ്, നഹാർ ഫലഗാവ്, ഇവിടെ ഒരു നദി ഉണ്ടെന്ന്. എന്ത് വർത്താനം പറഞ്ഞത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ റീസൺ, 46-ാം സങ്കീർത്തനത്തിന്റെ ഹിസ്റ്റോറിക്കൽ റീസൺസിലേക്ക് പോകണം. അത് 522 BC-യിലാണ്. കാംബൈസസ് സെക്കൻഡ് എന്നോ ഞാനിവിടെ ഇമേജ് കാണിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ ഈജിപ്റ്റ് പിടിക്കാൻ പോയിട്ട് അവിടെ വെച്ച് മരിക്കുന്നത്. കാംബൈസസ് സെക്കൻഡ് ആരാ നിങ്ങൾ ചോദിച്ചേക്കാം. യഹൂദന്മാർക്ക് ബാബിലോണിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുത്ത് തിരികെ പോയി അവരുടെ പട്ടണവും അവരുടെ ആരാധന കേന്ദ്രവും യെരൂശലേം ദേവാലയമൊക്കെ പണിയുന്നതിന് വേണ്ടി അനുവാദം കൊടുത്ത ആളാണ് കോരേശ് രാജാവ്. കോരേശ് രാജാവിന്റെ അടുത്ത പിൻഗാമിയാണ് കാംബൈസസ് സെക്കൻഡ്. കോരേശ് രാജാവ് വലിയ അനുകൂലിയായിരുന്നു ഇസ്രായേൽ മക്കൾക്ക്, അവർക്ക് തിരിച്ചു പോകുന്നതിനും പട്ടണം പണിയുന്നതിനും അവരുടെ ആലയം പണിയുന്നതിനെല്ലാം. ഏതാണ്ട് സംഗതിയൊക്കെ കൊണ്ട് തുടങ്ങുന്ന സമയത്താണ്, ഓൾമോസ്റ്റ് അങ്ങോട്ട് റെഡിയായി വരുന്നതേ ഉള്ളൂ, ഒന്നും പണി തുടങ്ങിയില്ല. കാര്യങ്ങളൊക്കെ കല്ലും തടിയൊക്കെ അവിടെ നിന്നൊക്കെ കൊണ്ടങ്ങോട്ട് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈജിപ്റ്റ് പിടിക്കുന്നതിന് വേണ്ടി ഈജിപ്തിൽ പോയ കാംബൈസസ് സെക്കൻഡ് അവിടെ വെച്ച് കൊല്ലപ്പെടുന്നത്. അതിന് രണ്ട് വേർഷനുണ്ട്. അപ്പം നമ്മൾ ചരിത്രം പഠിപ്പിക്കാനില്ല. ഇത് ഒരു വേർഷൻ ഇയാളെ ചതിച്ചു കൊന്നെന്നാണ്. മറ്റൊന്ന്, ഇയാൾ തന്നെ ഇയാളുടെ കുതിരപ്പുറത്ത് കയറുമ്പോൾ ഇയാളുടെ വാളിന്റെ മുനയിൽ ഉണ്ടായിരുന്ന വിഷം, ആ വാൾമൻ ഇയാളുടെ തുടയിൽ ഉടക്കി, അതിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊക്കെ മനസ്സിലായി ഇനി തീർന്നു പോകുന്നു. അവിടുന്ന് തിരിച്ചു ബാബിലോണിലെങ്കിലും ശവം എത്തിയുള്ളൂ. ദാറ്റ് ഇസ് ദ സെക്കൻഡ് വേർഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി. വലിയ പ്രതീക്ഷയോടുകൂടി ദേവാലയം പണി ആരംഭിച്ച യഹൂദന്മാരെ അവർ കേട്ട വാർത്ത ഇനി പണിയാൻ പറ്റത്തില്ലെന്നാണ്. കാരണം അതിന്റെ സ്പോൺസർ മരിച്ചുപോയി, സപ്പോർട്ടർ ഇപ്പൊ ഇല്ല. ചുറ്റും കിടക്കുന്ന ജാതികൾ മുഴുവൻ അതിന് അഗൻസ്റ്റ് ആണ്. ആകെ ഉണ്ടായിരുന്നത് ഈ സൈറസിന്റെ ഗുഡ് വില്ലാണ്. കാംബൈസസ് വലിയൊരു ഇമോഷണലായ ഒരു അറ്റാച്ച്മെന്റ് യഹൂദന്മാരോട് ഇല്ല. ഓക്കെ, തൻ്റെ മുൻഗാമി ആരംഭിച്ച വർക്ക് അത് തുറന്നോട്ടെന്നല്ല, അല്ലാതെ വലിയൊരു ഇമോഷണലായ സപ്പോർട്ടർ അല്ല. ഇൻ കേസ് സംതിങ് ഹാപ്പൻസ് ടു ഹിം, ഹൗ വിൽ ദ ടെമ്പിൾ പ്രോജക്ട് കണ്ടിന്യൂ? ഹി ഡിഡ്ന്റ് ബോദർ. ഇപ്പൊ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ടെമ്പിൾ പ്രോജക്റ്റ് എങ്ങനെ പോവും, അതിനെപ്പറ്റി ഒന്നും പുള്ളി ചിന്തിച്ചിട്ടില്ല. കാംബൈസസ് മരിച്ചു, ദ സെക്കൻഡ് മരിച്ചു. ഇപ്പം നിരാശ മുഴുവൻ തളം കെട്ടി നിൽക്കുന്നത് യഹൂദന്മാരുടെ മുഖത്താണ്, പ്രത്യേകിച്ച് ഈ ടെമ്പിൾ ബിൽഡേഴ്സിന്റെ മുഖത്താണ്. ഒന്നാമത് ഇവരെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത പണിയാ ഒന്ന്. എന്നാലും ദൈവം പറഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുള്ള എബിലിറ്റി, ബലമൊന്നും അവർക്കില്ല. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുമല്ലോ ബാബിലോണിൽ നിന്ന്. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. നിരാശരായിട്ടിരിക്കുക, ആരും ഒന്നും പറയുന്നില്ല. ബിക്കോസ് നോബഡി ഗോട്ട് എനിത്തിങ് ടു സ്പീക്ക് അബൌട്ട്. ആർക്കും ഒന്നും പറയാനില്ല. സോ ദെൻ കെയിം ഫ്രൈഡേ, വീക്കെൻഡ് ആകാൻ തുടങ്ങുക. ഇനിയും സാറ്റർഡേ ആയി കഴിയുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പോകണം. ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആരാധിക്കാൻ പോകണം. ആരാധിക്കണമെങ്കിലോ ഒരു പുതിയ പാട്ട് പാടണം. ആരാ പാട്ട് എഴുതിൻ്റെ? കോരഹൂത്തന്മാരാ പാട്ട് എഴുതിൻ്റെ.
കോരഹപുത്രന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു, ഒരു കോരഹൻ പണ്ടത്തെ മത്സരിച്ച കോരഹന്റെ മക്കളാണെന്ന്. പലപ്പോഴും നമ്മൾ ഈ കോരഹപുത്രന്മാരെന്ന് വായിക്കുമ്പോഴെല്ലാം കോരഹ മത്സരിച്ചു, മക്കള് പോയി പിന്നെ ഇതിന്റെ യാഗപീഠത്തിന്റെ കൊമ്പുകൾ പിടിച്ചു, അവർ രക്ഷപ്പെട്ടു, അവരാണ് എഴുതിയെന്താ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് കുത്തിവിടൊന്നുമില്ല. ആ സംഭവമൊക്കെ ശരിയാ. പക്ഷെ കോരപുത്രന്മാരെന്ന് കാണുന്നിടത്തെല്ലാം ഇത് കയറി ചിന്തിച്ചു കളയരുത്. എനിക്കിപ്പോൾ കോരപുത്രന്മാരെന്ന ആ ഒരു കാറ്റഗറി എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ പറ്റി ഈ ക്ലാസ്സിൽ ഈ വീഡിയോ പറയാണ്ട് സ്പേസുമില്ല. വേറെ ഏതെങ്കിലും സമയത്ത് നമ്മൾ കോരപുത്രന്മാരെ പറ്റി പരാമർശിക്കേണ്ട സമയത്ത് ഞാനത് പറയാം. കൊണ്ട് നാളെ ആരെങ്കിലും ഒന്ന് കോരപുത്രന്മാരൊരു വീഡിയോ ചെയ്ത സാറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴിവുണ്ടോ ചെയ്യാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്നേരം ചെയ്യുന്ന വരത്തില്ല. സോ ലെറ്റ്സ് കം ബാക്ക്. സോ ദ ബോൾ വാസ് ഇൻ ദ കോർട്ട് ഓഫ് ദ സൺസ് ഓഫ് കോരാഹ്. കോരഹപുത്രന്മാരുടെ കയ്യിലായി. ഇപ്പം പന്ത് അവരുടെ കോട്ടില്ല. എല്ലാവരും നിരാശയാ, ആർക്കും പ്രതീക്ഷയില്ല. കഥകളൊക്കെ അടഞ്ഞു, വാതിലുകളൊക്കെ അടഞ്ഞു, മുന്നോട്ടൊരു പോക്കൊക്കെ നിന്നു. ഇനി എന്താ ചെയ്ത് കോരപുത്രന്മാർ തീരുമാനിച്ചു, എന്താ ഒരു പാട്ടങ്ങ് എഴുതുക. ഒരു പാട്ടങ്ങ് എഴുതുക. പാട്ട് എഴുതുക മാത്രമല്ല, ട്യൂൺ ചെയ്യുക. പാട്ട് എഴുതി ട്യൂൺ ചെയ്യാൻ മാത്രം മതിയോ? പറ്റത്തില്ല, പറ്റത്തില്ല. നമ്മുടെ സ്പെഷ്യൽ പാട്ടുകാരെ കൊണ്ട് ഈ പാട്ട് പാടിക്കണം. എവറിത്തിങ് വെന്റ് വെൽ വെരി ക്വിക്ക്ലി. കണ്ണടച്ച് തുറന്നുകൊണ്ട് കാര്യം കഴിഞ്ഞു. റൈറ്റിംഗ് എക്യുപ്മെന്റ് എടുത്തു. കോരപുത്രന്മാർ പാട്ട് തുടങ്ങുക. എലോഹീം ലനു മഹസഹ വഓസ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും. ദൈവം നമ്മുടെ സങ്കേതവും ബലവും. മനോഹരമായിട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എലോഹീം ലനു മഹസഹ വഓസ് യസ്രാ ബസറോത്ത് നിംസാമയോത്ത്. അങ്ങനെ അത് ട്യൂൺ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ചെയ്ത ട്യൂണാകട്ടെ, ശരിയല്ല. എലോഹീം ലനു മഹസഹ വഓസ് യസ്രാ ബസറോത്ത് നിംസാമയോത്ത്. എലോഹീം ലനു മഹസഹ വഓസ്. എലോഹീം, എലോഹീം പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം. ലനു നമുക്കാരാ? മഹസഹ, മഹസഹ, മഹസഹ നമ്മുടെ സങ്കേതമാണ്. ഇതായിരുന്നു നമ്മൾ യെശുരുവിന്റെ ദൈവം എന്നുള്ള ആ ടോപ്പിക്സിൽ പറഞ്ഞത് അല്ലേ? നമ്മുടെ കാര്യം മുഴുവൻ ചെന്ന് പറയാനുള്ള നമ്മുടെ സങ്കേതമാ, നമ്മുടെ അഭയസ്ഥാനമാ നമ്മുടെ കർത്താവ്. എലോഹീം ലനു മഹസഹ വഓസ്. ഈ സങ്കേതത്തിന്റെ ഗുണമുണ്ട് കേട്ടോ. അത് ഇടിയത്തില്ല, അത് ഇടിയത്തില്ല. ഏതുപോലെയല്ല ആകാശം മുട്ടുള്ള എരികോ കോട്ട പണിതു വെത്തിട്ട് അതിന്റെ പിന്നിൽ കുറെ കക്ഷികൾ ഇരുന്നല്ലോ. ഇടിയത്തില്ലെന്ന് വിചാരിച്ച് കോട്ട പണിതായിരുന്നു ഒരുപാട് ആളുകളുടെ കോട്ടകൾ. അവരുടെ പ്രതിസന്ധി സമയത്ത് ഇടിഞ്ഞു വീണ് അവരെ കൈവിട്ട ചരിത്രമാണ് ലോക ചരിത്രം. അതൊരുപാട് നമുക്ക് ചരിത്രത്തിന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഗ്രീക്കോ റോമൻ ഹിസ്റ്ററി മുഴുവൻ അതാണ്. പ്രതീക്ഷ അർപ്പിച്ച കോട്ടകളൊക്കെ ഏറ്റവും അത്യാവശ്യ സമയങ്ങളിൽ മനുഷ്യന്റെ മുമ്പിൽ തകർന്നു വീണ് അവനെ നിസ്സഹായനാക്കി കളഞ്ഞ ചരിത്രമാണ് ഗ്രീക്കോ റോമൻ ഹിസ്റ്ററി മുഴുവനും. പക്ഷേ ഇവിടെ കോരപുത്രന്മാർ പറയാ എലോഹീം ലനു മഹസഹ വഓസ്. അതുകൊണ്ട് തീർന്നോ? അതുകൊണ്ട് തീർന്നില്ല. യസ്രാ ബസ്രോത്ത് നിംസാമയോത്ത്. യസ്രാ ബസ്രോത്ത് നിംസാമയോത്ത്. What does it mean? യസ്രാ ബസ്രോത്ത് നിംസാമയോത്ത്. എസ്രാ, ദൈവം നമ്മുടെ സഹായമാണ്. എപ്പോ? ബസ്രോത്ത്, ബസ്രോത്ത്
സറാഹ് എന്ന് പറഞ്ഞാൽ കഷ്ടത എന്ന സറാ. സറോത്ത് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറല്ല. ഇൻ്റെതയോ ഇല്ലാത്ത ഗതികേടില്ല. ഒന്നോ രണ്ടോ മൂന്നോ ആണോ? വില്യം ഷേക്സ്പിയർ അയാളുടെ ഹാംലെറ്റ് എന്ന നാടകത്തിൽ പറഞ്ഞു, when miseries come, they don't come in their single, but in battalion. ഗതികേട് വരുമ്പം എല്ലാം കൂടെ കൂട്ടമായിട്ട് അവധി എടുത്തേക്ക് പോരുമെന്ന്. ബസ്റാത്ത്, സകല കഷ്ടങ്ങളുടെയും നടുക്ക് നമ്മൾ നിൽക്കുമ്പം അവിടെ എന്തോ കാണാം? എസ്റാ ഒരു സഹായം. പലപ്പോഴുമാണോ നിംസ മീൻസ് ഓൾ ദ ടൈം. എല്ലാ കാലവും. എസ്രാ, ബെസറോത്ത്, നിംസ, മെയോത്ത്. എലോഹിം ലനു മഹസ്സഹ വഓസ്. എസ്രാ, ബെസറോത്ത്, നിംസ, മെയോത്ത്. ദൈവം നമ്മുടെ സങ്കേതം, ബലമാ. നമ്മുടെ കഷ്ടങ്ങളും മുഴുവനും കയറി വരുമ്പോ കർത്താവും അതിൻ്റെ പുറകെ വരുമെന്നല്ല, കർത്താവ് അതിൻ്റെ കൂടെ വരുമെന്നല്ല, അതിൻ്റെ നടുക്ക് കാണുമെന്ന ദൈവത്തിന് സെൻട്രൽ സ്പേസ് അനുവദിച്ചിട്ടുണ്ട് നിന്നെ പിടിക്കാമെന്ന കഷ്ടതയ്ക്ക് അകത്ത്. ദൈവം അനുവദിക്കാതെ കഷ്ടം വരത്തില്ല. ദൈവം അനുവദിക്കാതെ ഒരു കഷ്ടവും വരത്തില്ല. ദൈവം അനുവദിച്ചിട്ട് കഷ്ടം വന്നെങ്കിലോ എൻ്റെ സെൻട്രൽ പ്ലേസിൽ ദൈവമുണ്ട്. എന്തിനു വേണ്ടി? ടു മേക്ക് ഷുവർ ദാറ്റ് തിങ്സ് ഡോണ്ട് ഗോ ബിയോണ്ട് വാട്ട് ഹി ഹാസ് പെർമിറ്റഡ്. താൻ അനുവദിച്ചതിനപ്പുറം ഒരു കഷ്ടവും പോകാതിരിക്കാൻ. യസ്രാ, ബെസ്രോത്ത്, നിംസ, മെയോത്ത്. ഇത്തരം പറഞ്ഞിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ആൽക്കൻ ലോ നിറ, because this is the situation. What is situation? കഷ്ടങ്ങൾ വന്നു, അതിൻ്റെ നടുക്ക് കർത്താവുണ്ട്. കർത്താവ് അനുവദിച്ചതിനപ്പുറം ഒരിഞ്ച് നിന്നെ കഷ്ടപ്പെടുത്താൻ ഈ കഷ്ടത എதைയോ അനുവദിച്ചിട്ടില്ലല്ലോ. കർത്താവിൻ്റെ നടുക്ക് നിൽക്കുക. അതുകൊണ്ട് ലോ നിറ, ഭയപ്പെടത്തില്ല, പേടിക്കത്തില്ലെന്ന്. നമ്മൾ മുഴുവൻ ബൈബിളിൽ പഠിച്ചാൽ 2 നോയാണ് പ്രധാനപ്പെട്ട 2 വിലക്കുകൾ. വേദപുസ്തകത്തിൽ മുഴുവനും 2 വിലക്കുകളേ ഉള്ളൂ. ആ 2 വിലക്കുകൾക്ക് ബാക്കി മുഴുവൻ നിൽക്കും. ഒന്നാമത്തെ വിലക്കെന്നറിയാമോ? ലോകട്ട, പാപം ചെയ്യരുത്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് പാപത്തോട് നാം പോരാടണം, പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം. And the second is lo nira. ആകപ്പാടെ തകർന്ന് ഭയപ്പെട്ടു പോയി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആൽ ധിര അബ്രഹാമേ, നീ ഒന്ന് പേടിക്കാതെ ഇവിടെ കോരകത്വം പറയാണ്, ആൽക്കൻ ലോ നിര. ഈ കർത്താവ് ഈ കഷ്ടത്തിന്റെ നടുക്കുള്ളത് കൊണ്ട് ഞാൻ പേടിക്കത്തില്ല. ആൽക്കൻ ലോ നിര. അപ്പൊ ചോദിച്ചേക്കും, നിനക്ക് ഏതൊക്കെ കാര്യത്തിൽ നിനക്ക് പേടിക്കാതിരിക്കാം? ഒന്നാമത്തെ പറയാണ് ബഹമീർ അറസ്. ബഖമീർ എന്ന് പറഞ്ഞാൽ അങ്ങ് മാറിപ്പോവുക. ആര്? അറസ്. നിൽക്കുന്ന കാലിന്റെ ചവിട്ടിൽ നിന്ന് മണ്ണങ്ങ് പോയി. എന്തോ ഭൂചലനം ഉണ്ടായിരുന്നു, ഭൂകമ്പം ഉണ്ടായി.
നോക്കി, ഭക്തൻ പറയാ, ഇവിടെ ഭൂകമ്പം ഉണ്ടായാൽ ഞാൻ പേടിക്കത്തില്ല. ദ ഖമീർ അററ്റ്സ്, ഈ അററ്റ്സ് തന്നെ, ഈ ഭൂമി തന്നെ അങ്ങ് പോയിരിക്കട്ടെ, പോട്ടെന്നേ, പോട്ടെന്ന്. കാരണം എന്താ? യേശുവിന്റെ ദൈവത്തിന്റെ ഇതിൽ നമ്മൾ ഓർക്കുന്നുണ്ടോ? പുരാതനായ നിന്റെ ദൈവം നിന്റെ സങ്കേതം, ഉമ്മിറ്റഹാറ്റ് സറവോട്ട് ഒൽ ആം. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ മാത്രമല്ല നിൽക്കുന്നത്, ശാശ്വത ഭുജങ്ങൾ നിൽക്കുന്നവരാണ്. ഇനി ഉബമോത്ത് ഹരീം ബലപ്പിയമീം, ഉബമോത്ത്, ഉബമോത്ത് പൊക്കിക്കൊണ്ടങ്ങ് പോയെന്ന്. ആരെ? ഹരീം, മലകളെ. എങ്ങോട്ട് കൊണ്ടുപോയി? ഹെല്ലപ്പിയമീം, മഹാസമുദ്രത്തിൽ നിന്ന് അടുക്ക് കൊണ്ടിട്ടു മലകളെ. ഒരാൾ വന്നിട്ട് ഈ മലയെ പിഴുതുകൊണ്ട് പോയി കടലിലിട്ടു. ആയിക്കോട്ടെ നോക്കി. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്തുവാ? എർത്ത് ക്വേക്ക് ഉണ്ടായി. രണ്ടാമത്തെ മലയൊക്കെ പറഞ്ഞ് താണ്ട കടലിൽ കിടക്കുന്നു. ഇനി അടുത്തത് യഹ്മൂ, യഹ്മൂ, യഹ്മറു, യഹ്മൂ യഹ്മറു എന്ന് പറഞ്ഞാൽ അത് കിടന്ന് ബഹളം വെക്കുക. യഹ്മൂ മീൻസ് റോറിങ് എന്ന്, അലറുക. യഹ്മൂ ബഹളമായി. ദെൻ മെമാവ്, മെമാവ് വെള്ളം മുഴുവനും. യിറസു, യിറസു, ഈ മലയെന്ന് കടലിൽ വീണ്ട് കടലിനകത്ത് ബഹളം വന്നിട്ട് എന്തോ സംഭവിക്കുന്നത്? അടുത്ത സുനാമിയാ. ഉണ്ടോ? യറസു ഹരീം ബഗ അവത്തോവ്, ബഹ അവത്തോവ് എന്ന് പറഞ്ഞാൽ കടൽ അവിടുന്ന് അങ്ങ് പൊങ്ങി. വലിയ മലയിൽ അവിടെ ചെന്ന് കടൽ വീണിട്ട് കടൽ പൊങ്ങി സുനാമി ഉണ്ടായി. പിന്നല്ല, ഇത്രയും വന്ന്. ഇനി നിങ്ങൾ പറ, ഇത്രയും വേണ്ട ഒരു സേലാണ്ട് എന്ന് പറഞ്ഞാൽ പാട്ട് അവിടെ നിർത്തി. അതിൻ്റെ അർത്ഥം എന്നറിയാം? ഇനി വേറെ ആരാ വരാനുള്ളത്? ഇനി വേറെ ആരാ വരാനുള്ളത്? സുനാമി പറഞ്ഞു, ലാൻഡ് സ്ലൈഡിങ് എന്ന് പറഞ്ഞു, അല്ലേ? മല ഇടിഞ്ഞങ്ങ് പോയി, ഭൂകമ്പം ഉണ്ടായി. ഇനി ആരാടാ വരാനുള്ളത്? അതിനകത്ത് അവിടെ നിർത്തി. ഈ പോരെ എന്ന് പറഞ്ഞിട്ട് സംഗീതക്കാരൻ പറഞ്ഞ നഹാർ പെലക്കാവ്, നഹാർ, ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. എവിടെ ഉണ്ടെന്നാ പറയുന്നത്? എവിടെ ഉണ്ടെന്നാ പറയുന്നത്? യെരുശലേം നഗരത്തിലോ? ഈ ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന യെരുശലേം നഗരത്തിലോ നദിയുണ്ടെന്നോ? വിശ്വസിക്കണമെങ്കിൽ മന്ദബുദ്ധിയായിരിക്കണം. യെരുശലേമിന്റെ ഭൂമിശാസ്ത്രം പറയുന്നവർ ഒറ്റ മനുഷ്യൻ സമ്മതിക്കത്തില്ല അവിടെ നദിയുണ്ടെന്ന്. അതാണ് ഇസ്രായേലിന്റെ ദൈവം. ലോകം ഇല്ല എന്ന് പറയുന്നത് ഉണ്ട് എന്ന് ദൈവം പറയും. പ്രകൃതി ഇല്ലെന്ന് പറയുന്നിടത്ത് ഉണ്ടെന്ന് ദൈവം പറയും. ബൈ നാച്ചുറൽ ക്രിയേഷൻ, സ്വാഭാവിക സൃഷ്ടിയിൽ ഇല്ലെന്ന് പറയുന്നിടത്ത് ഉണ്ട് എന്ന് ദൈവം പറയും. അവിടെ ഉണ്ട്. അവിടെ എന്തോ ഉണ്ട്? അവിടെ നദിയുണ്ടെന്ന്. അവിടെ നദിയുണ്ടെന്ന്. അതെങ്ങനെ പോസിബിൾ ആകുന്നത്? നോക്കി, യെരുശലേം നഗരത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ കണ്ണത്താത്ത ദൂരമുള്ള അറേബ്യൻ മരുഭൂമിയാണ്. അവിടുന്ന് ഉഷ്ണക്കാറ്റല്ലാതെ, മണൽ കൊണ്ടുവരുന്ന ചൂടുകാറ്റല്ലാതെ ഒരു സാധനം അവിടുന്ന് പ്രതീക്ഷിക്കാനില്ല. പക്ഷേ ഈ പ്രകൃതിക്ക് കിഴക്ക് വശം മാത്രമല്ല ഉള്ളത്, പിന്നെ വേറെ എവിടെ ഉണ്ട്? ഓപ്പോസിറ്റ് സൈഡുണ്ട്, ഒരു പടിഞ്ഞാറ് വശമുണ്ട്. ആ പടിഞ്ഞാറ് വശത്തോട് എനിക്ക് എന്തോ കാണാം? മെഡിറ്ററേനിയൻ കടൽ കാണാം. കർത്താവേ, കടലിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കാനാ?
കടൽ കയറി ഇങ്ങോട്ട് വരുമോ? കടലിൽ നിന്നെന്തോ പ്രതീക്ഷിക്കാനാ? കടലിൽ നിന്നെന്തോ പ്രതീക്ഷിക്കാനാ? ഇനി വടക്കോട്ട് നോക്കിയാൽ അങ്ങേ അറ്റത്ത് ഒരു വലിയ മലയുണ്ട്. ഒരു മലയുണ്ട്, ഹെർമോൻ മല എന്നാ പറയുന്നത്. അത് അടിഞ്ഞിവിടെ വരുമോ? അവിടുന്ന് അടിഞ്ഞിവിടെ വരുമോ? ചോദ്യമാ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവയെ സൃഷ്ടിച്ചവനാര്? സൃഷ്ടിച്ചവനാര്? ഈ ഈ നദിയില്ലാത്ത, വെള്ളമില്ലാത്ത വരണ്ട ഈ ദേശത്ത് തന്റെ ജനത്തെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ദൈവമാണ്. ദാറ്റ്സ് എ ലാൻഡ്, പീസ് ഓഫ് ലാൻഡ് ഗിവൻ ടു ദം ബൈ ഗോഡ്. അവരുടെ ദൈവം കൊടുത്ത സ്ഥലമാണത്. എന്തിനാ അവിടെ തന്നെ കൊടുത്തത്? എന്തിനാ അവിടെ തന്നെ കൊടുത്തത്? എന്റെ സ്രോതസ് മുഴുവൻ പറ്റിക്കഴിയുമ്പോൾ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. ഏത് പർവ്വതങ്ങളിലേക്ക് ഉയർന്ന കാര്യം പറഞ്ഞത്? ഏത് പർവ്വതങ്ങൾക്ക് ഉയർന്ന കാര്യം പറഞ്ഞത്? വടക്കേ അറ്റത്തൊരു ഹെർമോൻ മലയുണ്ട്, ഇങ്ങോട്ട് ഉയർത്തണം. നമുക്ക് സ്പിരിച്വലായിട്ട് പറയാം, എങ്ങോട്ട്? സ്വർഗീയ യെരൂശലേമിൽ കണ്ണുയർത്താൻ പറയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവിടെയൊക്കെ കണ്ണുയർത്തുമ്പോ അവിടെ സംഭവിക്കാനെന്നറിയാമോ? ഈ ഹെർമോൻ മലയിൽ ദൈവം ഒരു മഞ്ഞുരുക്ക് സൃഷ്ടിക്കും. മഞ്ഞുരുക്ക് എന്താ ഒഴുകി വരുന്ന മഞ്ഞെന്ന് അറിയാമോ? അവിടുന്ന് ഒരു മഹാനദിയായി പുറപ്പെട്ട് ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഇസ്രയേലിന്റെ എല്ലാ പ്രദേശത്തും കൂടി ഒഴുകി ദീർഘനാളുകളായി വരണ്ട് കിടക്കുന്ന അനുഭവങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് കുളിർമ പ്രാപിക്കും. ദാറ്റ് ഈസ് ദി ജിയോഗ്രഫി, ദി ടോപ്പോഗ്രഫി ആൻഡ് ദി ഹിസ്റ്ററി, ദി എക്സ്പീരിയൻസ് ഓഫ് ഇസ്രയേൽ. നദിയില്ല. ആര് നോക്കിയപ്പം? ലോകം നോക്കിയപ്പം. നദിയില്ല. പ്രകൃതി നോക്കിയപ്പം നദിയില്ല. മറ്റുള്ളവർ നോക്കിയപ്പം നദിയുണ്ട്. എവിടെ നദിയുണ്ട്? എവിടെ നദിയുണ്ട്? വറ്റി വരണ്ട് കിടക്കുന്ന നിന്റെ പ്രശ്നങ്ങളുടെ നടുക്ക് നദിയുണ്ട്. നഹാർ പെലഗാവ് യസാമഹു. എന്തിനാ ഈ നദി വരുന്നറിയാമോ? യസാമഹു, നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. വരണ്ട് കിടക്കാൻ നിന്നിട്ട് കുറെ നാളായില്ലയോ? ചൂടനുഭവിക്കാൻ നിന്നിട്ട് കുറെ നാളായില്ലയോ? നിന്ന് പൊള്ളാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലയോ? മതി, മതി, മതി. അങ്ങ് ദൂരെ നിന്നൊരു നദി നിന്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഹെർമോൻ മലയിലോട്ട് ഒരു ഉഷ്ണക്കാറ്റടിപ്പിക്കും. എവിടെ നിന്ന്? അറേബ്യൻ മരുഭൂമിയിൽ നിന്ന്. അറേബ്യൻ മരുഭൂമിയിലെ കാറ്റിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. ഇനി മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഒരു ശീതക്കാറ്റടിപ്പിക്കും. മെഡിറ്ററേനിയൻ കടലിലെ ശീതക്കാറ്റടിച്ചാൽ കെട്ടി നിൽക്കുന്ന ആകാശമണ്ഡലങ്ങളിൽ നിന്ന് ഒരു മഴ താഴോട്ട് തന്നെ തുടങ്ങും. അല്ല, ഹെർമോൻ മലയിലാണ് കാറ്റടിക്കുന്നെങ്കിൽ, ഉഷ്ണക്കാറ്റടിക്കുന്നെങ്കിൽ വെള്ളം നദി പോലെ ഒഴുകി നാളുകളായി വരണ്ട് കിടക്കുന്ന, ഏലിയാവിന്റെ കാലത്ത് 3.5 വർഷം വരണ്ട് കിടന്നു. മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിൽ കൈപ്പത്തി പോലൊരു മേഘം. യെസ്, വർഷങ്ങളായി വരണ്ട് കിടക്കുന്ന, വെള്ളമില്ലാതെ കിടക്കുന്ന, വറ്റി വരണ്ടു പോയ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വരൾച്ചയുടെ മുകളിലോട്ട് കൈപ്പത്തി പോലൊരു മേഘം. പറയാ നഹാർ പെലഗാവ്. പെലഗാവ് നദിയുടെ തോടുകൾ എന്തിനാ വരുന്നത്?
യസാമഹു, സന്തോഷിപ്പിക്കാൻ. എന്തിനെ സന്തോഷിപ്പിക്കാൻ? എന്തിനെ സന്തോഷിപ്പിക്കാൻ? ഇർ ഇല്യോൻ ഖദോഷ്. ഇർ ഇല്യോൻ ഖദോഷ്. ഇറന്ന് പറഞ്ഞാൽ നഗരം. ആരുടെ നഗരം? എല്യോൻ, ഉന്നതനായ ദൈവത്തിന്റെ നഗരം. ഖദോഷ്. ദൈവം തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്നത്, ഐ ആം ഗോയിങ് ടു ബി എ ഹോളി സിറ്റി ഫോർ മൈ ലോർഡ്. എന്റെ ദൈവത്തിന് വേണ്ടി ഞാനൊരു വിശുദ്ധ നഗരമായി മാറാൻ പോവുകയാണ്. ഒരു വിശുദ്ധ ഗ്രഹമായി മാറാൻ പോവുകയാണ്. ഒരു വിശുദ്ധ തിരുനിവാസമായി മാറാൻ പോവുകയാണ്. സോ the need of the hour, the need of the hour. ദൈവം എന്തോ പ്രതീക്ഷിക്കുന്നത്? ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? എൻ്റെ വേറൊരു ക്ലാസ് ഞാൻ പറഞ്ഞതായിരുന്നു, ഹിബിറ്റു ഖദോഷീം കി അനി ഖദോഷ്. ഹിബിറ്റു ഖദോഷീം കി അനി ഖദോഷ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകാമെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോട് എന്താ പറയാൻ കഴിയും? The blood of the Lamb that once cleansed me, Father, cleanse me once again with the blood of the Lamb. എന്നെ ഒരിക്കൽ കഴുകി ശുദ്ധീകരിച്ച കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എന്നെ ഒരു പ്രാവശ്യം കൂടെ കഴുകണം. യെസ്, എന്നെ ഒരിക്കൽ കഴുകിയ ദൈവത്തിന്റെ വചനം കൊണ്ട് എന്നെ ഒരു പ്രാവശ്യം കൊണ്ട് കഴുകണം. The Spirit of the Lord, Holy Spirit that once came upon me, Lord, I want you to come to me once again with the same Spirit to cleanse me once again. Hallelujah. മഹാപുരോഹിതൻ ഇടിച്ചെടുത്ത് തെളിവാർന്ന പുതിയ ഒലിവോയിലുമായിട്ട് കരിന്തിരി കത്തി നിൽക്കുന്ന നിലവിളക്കളുടെ അടുക്കൽ വന്ന് ചമണ കൊണ്ട് എൻ്റെ കരിന്തിരിയൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട്, കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ എണ്ണ ഒഴിക്കുന്നത് പോലെ, Lord, I want the Holy Spirit to be poured upon me in a powerful way. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണം. കരിന്തിരി കത്തിയ അനുഭവങ്ങൾ എന്നെ മാറ്റണം. എനിക്ക് എന്തായി തീരണം? ഇർ ഇല്യോൻ ഖദോഷ്, എന്റെ ദൈവത്തിന്റെ വിശുദ്ധ നഗരമായി മാറണം. യെസ്, പാടിപ്പോവുക. മൈ ടൈം ഈസ് ഓൾമോസ്റ്റ് ഓവർ. എന്റെ ഈ ചെറിയ വചനധ്യാനം കേട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എലോഹീം ലനു മഹസ്സഹ്വാസ്. കാംബൈസസ് അല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ബാബിലോണിലെ രാജാക്കന്മാരല്ല തീരുമാനിക്കുന്നത്. പിന്നെ ആരാ തീരുമാനിക്കുന്നത്? എലോഹീം ലനു മഹസ്സഹ്വാസ്. നാം ചെന്നിരുന്ന് സങ്കടം പറയുന്ന എന്റെ ദൈവമാണ് എന്റെ ബലമുള്ള സങ്കേതം. ആ ദൈവമാണ് ഇത് തീരുമാനിക്കേണ്ടത്. പൊളിഞ്ഞു കിടക്കുന്ന, മുന്നോട്ട് പോകാൻ കഴിയാത്ത, അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ മുമ്പിൽ നിന്നിട്ട്, തകർന്നു പോയതായ അധ്വാനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട്, പ്രതീക്ഷിക്കാൻ വകയില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരു വാക്ക് വിളിച്ചു പറയണം, എലോഹീം ലനു മഹസ്സഹ്വാസ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ഇതിന്റെ നടുക്കൊരാളിരിപ്പുണ്ട്. എന്റെ സഹായമായിട്ട് വന്നിരിക്കുന്ന ഒരാൾ, ഇതിന്റെ നടുക്കിരിപ്പുണ്ട്. അപ്പൊ ഇനി ഭൂകമ്പം ഉണ്ടാകട്ടെ, ഇനി സുനാമി ഉണ്ടാകട്ടെ, ഇനി മണ്ണ് നീക്കം ഉണ്ടാകട്ടെ, ഞാൻ പേടിക്കത്തില്ല. എന്തുകൊണ്ട് പേടിക്കാത്തത്? ഇല്ല. നദിയില്ല, വെള്ളമില്ല, ഒഴുക്കില്ലെന്ന് ലോകം പറഞ്ഞതിന്റെ നടുക്ക് ദൈവം ഒരു നദി പോലെ ഒഴുകി വരും.
നാളുകളായി വറ്റി വരണ്ട് ക്ഷീണിച്ച് തകർന്നു പോയ വിവിധമായ പ്രശ്നങ്ങൾ എടുത്ത് നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് ദൈവത്തോട് പറയണം, ഗോഡ്, I want to be that holy city of yours. Your Elyon Kadosh, your Elyon Kadosh. ദൈവത്തിന്റെ വിശുദ്ധ നഗരമായി എനിക്ക് മാറണം. ദൈവത്തിന്റെ മറുപടി എന്താ? Then I am coming down. ഞാനൊരു നദി പോലെ നിന്റെ വിഷയങ്ങൾ ഒഴുകി ഇറങ്ങി വരാൻ പോവുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.